ഒന്ന് ചിന്തിച്ചാൽ മതി, നമ്മുടെ നാട്ടിലുള്ള വികസനങ്ങളുടെ ഒക്കെ പിന്നിൽ കേന്ദ്ര സർക്കാർ തന്നെയാണ്. മോദിജി സ്വപ്നം കണ്ട വികസിത ഭാരതം ഇന്ന് നമ്മുടെ മുന്നിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ്. വർഗീയ വിദ്വേഷം പരത്തി ഇവിടെ അധികാരത്തിൽ വരാമെന്ന് BJP കണക്കാക്കുന്നില്ല. അത് നടക്കൂല. ആ വികസനം ഇവിടെ വേണ്ടേ? ഓക്കെ, നമ്മുടെ ചേച്ചി ചെറിയ ചേച്ചിയാണെന്നാ പറയുന്നത്. അതായത് ആളുകളൊക്കെ പറയുന്നുണ്ട് അത്ര ഈ ചെറിയ ചേച്ചിയൊക്കെ കൊണ്ട് നിർത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വോട്ട് കിട്ടുമോ, അല്ലെങ്കിൽ ഇവർക്ക് എന്ത് രാഷ്ട്രീയ പാരമ്പര്യമാണെന്നൊക്കെയാണ് ചോദിക്കുന്നത്. അപ്പൊ ചെറിയ ചേച്ചി പറഞ്ഞത് വെച്ചിട്ടുണ്ടെങ്കിൽ എന്തിനാ കുറെ രാഷ്ട്രീയ പാരമ്പര്യമൊക്കെ, കുറച്ച് റീൽസും കാര്യങ്ങളൊക്കെ ഇട്ട് നടക്കുന്ന ആരായാലും അത് മതി എന്നാണ് ചാച്ചി പറഞ്ഞത്. പിന്നെ ചാച്ചി കലക്കി അങ്ങ് കുടിച്ചിരിക്കട്ടോ പല കാര്യങ്ങളും. കേന്ദ്ര ഗവൺമെന്റ് ആണ് ഇവിടെയുള്ള എല്ലാ സാധനങ്ങളും തരുന്നത്, കേരള ഗവൺമെന്റ് ഒന്നും ചെയ്യുന്നില്ല, UDF ആണെങ്കിലും LDF ആണെന്നുണ്ടെങ്കിലും ഒന്നും ചെയ്യുന്നില്ല എന്നൊക്കെയാണ് ചേച്ചി പഠിച്ചു വെച്ചിട്ടുള്ളത്. ചേച്ചി കേരളം വിട്ടെവിടെയും പോയിട്ടില്ല തോന്നുന്നു. ഗുജറാത്തിലോ UP-യിലോ ബീഹാറിലോ ഒക്കെ ഒന്ന് പോയി നോക്കിയാൽ ചേച്ചിക്ക് കാര്യങ്ങൾ മനസ്സിലാവും എന്നുള്ളതാണ്. ചേച്ചി ഒരു കാര്യം മനസ്സിലാക്കണം, ഇന്ത്യയില് എല്ലാ ഗ്രാമപ്രദേശങ്ങളിലൂടെയും റോഡ്, ഈ ഗതാഗത സംവിധാനമുള്ള ഒരേ ഒരു സംസ്ഥാനമാണ് കേരളം. പിന്നെ മനുഷ്യന്മാരെ കൊണ്ടുപോകാൻ ഒരുപാട് ആംബുലൻസ് ഉണ്ട്. അതും ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആംബുലൻസ് സർവീസും ആംബുലൻസ് ഒക്കെ ഉള്ള ഒരു സംസ്ഥാനം കൂടിയാണ് കേരളം. വയ്യാതിരിക്കുകയാണെന്നുണ്ടെങ്കിൽ അങ്ങ് കൊണ്ടുപോകും ആംബുലൻസിൽ. അങ്ങ് UP-യിലും ഗുജറാത്തിലെയും പോലും പശുക്കളെ കൊണ്ടുപോകാനുള്ള പ്രത്യേക സംവിധാനം ഒന്നും ഇല്ല കേട്ടോ. ചേച്ചി ആകെ സങ്കടമോ, അയ്യോ താൽക്കാലികളെ ആരും നോക്കുന്നില്ലല്ലോ കേരളത്തിൽ എന്നുള്ളത്. അങ്ങനെയുള്ള സംവിധാനമല്ല. ഇവിടെ ഡോക്ടേഴ്സ് വീട്ടിലൊക്കെ വന്ന് പരിശോധനയൊക്കെ നടത്താറ്. UP-യിൽ അതൊന്നും അല്ലല്ലോ. ഓ, പിന്നെ അവിടെ വിദ്യാഭ്യാസം വേണം നിർബന്ധമൊന്നും ഇല്ലല്ലോ അല്ലേ? गवर्नमेंट हॉस्पिटल नहीं है इधर? गवर्नमेंट है, जरा सा दूर पड़ता है ना। आप कितना साल इधर प्रैक्टिस करने? 2 साल से कर रहा हूँ। आपका MBBS कौन सा हॉस्पिटल है? MBBS हम लोग नहीं किए हैं, ऐसे प्रैक्टिस किए हैं। MBBS नहीं है, തട്ടിപ്പ് പരിപാടിയാണ്. എന്റെ പൊന്നു ചാച്ചി, ഈ വായ തുറന്ന് മണ്ടത്തരം വിളിച്ച് പറയാതിരിക്കും ഒന്നാമത്തെ കാര്യം. പിന്നെ കേന്ദ്ര ഗവൺമെന്റ് അല്ലാതെ പിന്നെ വേറെ ഏത് ഗവൺമെന്റ്? സൗദി അറേബ്യയാണോ കേരളത്തിനെ സഹായിക്കേണ്ടത്, കേരളത്തിന് ആവശ്യമായി ഫണ്ട് തരേണ്ടത്? എടോ, നമ്മളുടെ നികുതി പണം ഇവിടുന്ന് കൊണ്ടുപോയിട്ട് എന്റെ പൊന്നെ പറഞ്ഞു വെയ്യാണ്ടായിക്കണ്. നമ്മൾ ഇവിടുന്ന് കുറെ നികുതി പണം കണ്ട് അയക്കണ്ടേ, അതിൽ നിന്ന് കുറച്ചെങ്കിലും കണ്ട് തരണേ, തരുന്നില്ല. പ്രളയം ഉണ്ടായ സമയത്തൊക്കെ അരിയൊക്കെ തന്നിരുന്നല്ലോ അല്ലെ, അതിനൊക്കെ കണക്ക് പറഞ്ഞങ്ങ് വാങ്ങിക്കൊണ്ടേയിട്ടുണ്ട്. ഇപ്പോഴും വയനാട് ദുരന്തം നടന്ന സ്ഥലം ദേശീയ ദുരന്ത പട്ടികയിലൊന്നും ഇല്ല എന്റെ പൊന്നു ചാച്ചി. എന്തായാലും പ്രായം കുറഞ്ഞ ചാച്ചിക്കുള്ള മറുപടി ഒരു ചേട്ടായി തരുന്നുണ്ട്, കേൾക്കാം. ഗുജറാത്ത് മോഡൽ വികസനം കേരളത്തിൽ വേണോ എന്ന ചോദ്യം ചിലരൊക്കെ ചോദിച്ചിട്ടുണ്ട്. ശരിയാണ്. നമ്മൾ ഗുജറാത്തിൽ ചെന്നിറങ്ങി അഹമ്മദാബാദിലോ ഗാന്ധിനഗറിലോ അല്ലെങ്കിൽ ബറോഡയിലോ ചെന്നിറങ്ങി ഹൈവേ കൂടി പോവുകയാണെങ്കിൽ നല്ല റോഡ് വേണം, സംശയമൊന്നുമില്ല. വലിയ കെട്ടിടങ്ങളുണ്ട്, മാളുകളുണ്ട്, വലിയ വ്യവസായ സ്ഥാപനങ്ങളുണ്ട്, വലിയ ഓഫീസുകളുണ്ട്. ഇതൊക്കെ കണ്ടാൽ ഒരു മധ്യവർഗ മനസ്സിലാവും ഗുജറാത്ത് മോഡൽ വികസനം ഗംഭീരം. പക്ഷെ എന്താണ് ഗുജറാത്തിലെ സാമൂഹ്യ രാഷ്ട്രീയ സാമ്പത്തിക സ്ഥിതി? എന്താണ് ഗുജറാത്ത് കഴിഞ്ഞ 2001 മുതൽ ഇങ്ങോട്ട് ഗുജറാത്തിൽ മോഡി ഭരിച്ചു വന്നു. 25 വർഷമായി മോഡിയും BJP-യുടെ ആളുകൾക്ക് മാറി മാറി ഭരിക്കുന്നു. എന്താണ് ഗുജറാത്തിന്റെ സാമൂഹ്യ സാഹചര്യം? ഏത് സൂചകത്തിലാണ് ഗുജറാത്ത് കേരളത്തെക്കാൾ മുമ്പിലായിട്ടുള്ളത്? 4 നൂറ്റാണ്ട് ഭരിച്ചിട്ട് ആരോഗ്യ സൂചകങ്ങൾ കേരളത്തിന് മുമ്പിലാണ്? അല്ലല്ലോ, എവിടെയിട്ടില്ല. ദാരിദ്ര്യത്തിന്റെ ആണോ? വിദ്യാഭ്യാസത്തിന്റെ കാര്യത്തിൽ ഗുജറാത്ത് കേരളത്തേക്കാൾ മുമ്പിലാണ് എന്ന് പറയട്ടെ. സൂചകത്തിൽ നമുക്ക് പഠിക്കാം. പട്ടിണിയുടെ കാര്യത്തിൽ, പോഷകാഹാര കുറവിന്റെ കാര്യത്തിൽ ഏത് രീതിയിലാണ് ഗുജറാത്ത് വികസിച്ചത്? ഞാൻ നേരത്തെ പറഞ്ഞ കുറെ കെട്ടിടങ്ങളും കുറെ കാര്യങ്ങളും ഉണ്ടായി. അത് കോർപ്പറേറ്റ് വികസനമാണ് ഗുജറാത്തിൽ ഉണ്ടായത്. കോർപ്പറേറ്റ് വികസനം എന്ന് പറഞ്ഞാൽ വലിയ തോതിൽ അദാനി പോലെയുള്ള ആളുകൾ, ഒന്ന് മോഡി അധികാരത്തിൽ വരുമ്പോൾ ആരും കേട്ടിട്ടില്ലാത്ത ഒരു അദാനി ഇന്ന് ഇന്ത്യ രാജ്യത്തിൽ മുഴുവൻ പിടിമുറുക്കിയിരിക്കുന്നു. ഇതൊന്നും എന്റെ പൊന്നു ചേട്ടാ ഇവിടെയുള്ള ഈ ടീംസിന് അറിയില്ല. റീൽസോളികളായ കുറെ എണ്ണത്തിനെ പിടിച്ച് അങ്ങ് കൊണ്ട് ഇരുത്തി കഴിഞ്ഞാൽ അവർക്ക് എന്തറിയാം? അവരാരോ എഴുതി കൊടുത്ത, വാട്സപ്പ് യൂണിവേഴ്സിറ്റിയിൽ പഠിച്ച ആരോ എഴുതി കൊടുത്തതും വായിച്ചിരിക്കുക എന്നുള്ളതാണ്. കേരളം നമ്പർ 1 ആവുന്നത് എന്തുകൊണ്ടാണെന്നറിയോ? അത് കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി UDF മാറി ഭരിച്ചത് കൊണ്ട് മാത്രമാണ്. ഇവിടെ BJP എങ്ങാനും കേറി വന്ന എന്താ അവസ്ഥ? അഖിൽമാരാർ പറഞ്ഞതുപോലെ വർഗീയതയുടെ അങ്ങേയറ്റം അതങ്ങ് കാണിച്ചു കൂട്ടും, ഒരു തർക്കം വേണ്ട. എന്തായാലും പ്രായം കുറഞ്ഞ ചേച്ചിക്ക് എന്തോ പറയാനുണ്ട്. മോദിജി സ്വപ്നം കണ്ട വികസിത ഭാരതം, വികസിത കേരളം കൂടിയാണ്. അതാവണം നമ്മുടെ ഓരോരുത്തരുടെയും ഉള്ളിൽ ഉണ്ടാവേണ്ടത്. എന്തിനു നമുക്ക് വോട്ട് ചെയ്യുന്നു എന്ന് ചോദിക്കുന്നവരോട് പറയേണ്ടതാണ്, മാറ്റം അനിവാര്യമാണ്. മാറും അല്ല, മാറ്റം അനിവാര്യമാണ്. മാറ്റല്ല, നാറ്റം. ബീഹാറിത്തൊക്കെ നാറ്റം അറിയോ ചേച്ചിക്ക്? ഇനി ഞാനൊരു വീഡിയോ സൈഡിൽ ഇട്ടേക്കാം. ഗുജറാത്തിന്റെ അവസ്ഥയാണ്. ചേച്ചി പറഞ്ഞ ആ മാറ്റവും നാറ്റവും ഒക്കെ അത് അവിടെ കൊണ്ടുപോയി കൊടുക്ക്. നിങ്ങൾ വലിയ റോഡിനെ കുറിച്ചിട്ടൊക്കെ പറയുന്നല്ലോ, കോർപ്പറേറ്റ് കമ്പനികൾക്ക് തീരെഴുതി കൊടുത്തിട്ടുള്ള പരിപാടിയെ കുറിച്ചിട്ടൊക്കെയാണല്ലോ ചേച്ചി പറഞ്ഞല്ലോ. വികസനം ഗുജറാത്തിനെ കണ്ടുപഠിക്കണം എന്നുള്ളത് ഗുജറാത്തിന്റെ ഒരു സൈഡാണ് ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മളെ മുന്നിൽ കാണിച്ചു തരുന്ന കാര്യങ്ങൾ മറ്റേതൊക്കെ ആയിരിക്കും.
പക്ഷെ യാഥാർത്ഥ്യം എന്താണെന്ന് പറയേണ്ടതായിട്ടില്ലല്ലോ. ട്രംപളിയൻ ഇന്ത്യ സന്ദർശിക്കാൻ വരുന്ന സമയത്ത്, ട്രംപ് ബ്രോ വരുന്ന സമയത്ത് അവിടുത്തെ മുഴുവൻ സ്ട്രീറ്റുകളും ചേരികളും തുണി കൊണ്ട് വലിച്ച് കീറി ഒട്ടിച്ചു വെച്ചത് ഈ നാട്ടിൽ തന്നെ അല്ലേ എന്റെ പൊന്നു ചാച്ചിയെ, അല്ല പ്രായം കുറഞ്ഞ ചേച്ചിയെ. ബാക്കി കേക്ക്. അദാനി ഒരു നീരാളി പോലെ ഇന്ത്യൻ സമ്പദ്ഘടനയിൽ പടരുന്നതിന് സഹായിച്ച മോദി, അതാണ് മോദി വികസനം അല്ലെങ്കിൽ ഗുജറാത്ത് മോഡൽ. ആ മോഡലാണോ കേരളത്തിൽ വേണ്ടത്? ആ മോഡൽ കേരളത്തിന് താങ്ങാൻ കഴിയും? ആ മോഡൽ കേരളത്തിൽ ആരൊക്കെ പുറത്താവും? ഇനി മറ്റൊരു സാമൂഹ്യ ഇൻഡെക്സ് എടുക്കുക. ന്യൂനപക്ഷങ്ങളോട് എന്താണ് ഗുജറാത്തിൽ ചെയ്തത്, ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നത്? അവർക്കവിടെ ഒരു പങ്കുമില്ലാത്ത തരത്തിൽ അവരെ പാർശ്വവൽക്കരിക്കപ്പെട്ടിരിക്കുക. ചില സുഹൃത്തുക്കൾ പറഞ്ഞു ഞങ്ങൾ മോഡിക്ക് വോട്ട് ചെയ്യൂ ന്യൂനപക്ഷങ്ങൾ. എന്താ കാര്യം? ജീവിച്ചു പോണ്ടേ മാഷേ, അവിടെ ജീവിച്ചു പോണ്ടേ? അങ്ങനെയുള്ള എടുത്ത് ചെന്ന് കഴിഞ്ഞാൽ അതേ പറ്റൂ. അവിടെ ജീവിച്ചു പോകാൻ കഴിയില്ല. അതുകൊണ്ടൊക്കെ തന്നെ പേടിച്ച് ഭയപ്പാട് കൊണ്ട് തന്നെയാണ് അവിടെയുള്ള ന്യൂനപക്ഷങ്ങൾ നിൽക്കുന്നത്. ക്രിസ്ത്യൻസ് ആണെന്നുണ്ടെങ്കിലും മുസൽമാനാണെങ്കിലും. ഇനി ദളിതന്റെ അവസ്ഥ പറയേണ്ടതായിട്ടുണ്ടോ? ദളിതന്റെ അവസ്ഥയും പരിതാപകരാണെന്നുള്ളതാണ്. എവിടെ ഇതൊക്കെ സോഷ്യൽ മീഡിയയിലാണെന്നുണ്ടെങ്കിലും ഗൂഗിളിൽ സെർച്ച് ചെയ്താലും കാണാൻ കഴിയുന്ന കാര്യങ്ങളാണ്. എന്നിട്ടും പ്രായം കുറഞ്ഞ ചേച്ചി ഇതൊന്നും നോക്കുന്നില്ല കേട്ടോ. ചാച്ചി ഇതൊക്കെ ഒന്ന് പഠിക്കണം. ഗുജറാത്ത് എന്ന് പറയുന്നത് പൊള്ളയായിട്ടുള്ള ഒരു കാര്യമാണ് എന്ന്. ശിശുമരണ നിരക്കിനെ കുറിച്ച് ചേച്ചിക്ക് വല്ല ധാരണയുണ്ടോ? ശിശുമരണ നിരക്ക് ഇന്ത്യയിൽ ഏറ്റവും കുറവ് രേഖപ്പെടുന്നത് കേരളത്തിലാണ്. 1006 നേരെ ചില 1100 മുകളിലാണ് യു പിയിലും ബീഹാറിലും ഗുജറാത്തിലൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഗവൺമെന്റ് ആശുപത്രിയിൽ അറ്റ്ലീസ്റ്റ് ഒരു BSc നഴ്സിംഗ് യഥാർത്ഥ കോഴ്സൊക്കെ പഠിച്ച ആളുകൾ ഉണ്ടെങ്കിൽ തന്നെ അത് അത്ഭുതമാണ് അവരെ നാട്ടിൽ. കാരണം അവർക്ക് ഡോക്ടറെക്കാളും വിവരം ഉണ്ടാവും എന്നുള്ളതാണ്. ഒരു വിദ്യാഭ്യാസം ഇല്ലാത്ത കുറെ എണ്ണത്തിന് അവിടെ കൊണ്ടേ ഇരുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചേച്ചി ഉണ്ട്. പിന്നെ കേന്ദ്രം തരുന്നത് എന്ന് പറയുമ്പോൾ നമ്മളാരും ഓച്ചാനിച്ച് വാങ്ങുന്നതല്ല. അതൊക്കെ നമ്മുടെ നികുതി പണം തന്നെയാണ്. പിന്നെ നമ്മൾക്ക് തരേണ്ടത് ആരാണ് അത് മനസ്സിലാക്കണം. അതായത് BJP കേരളത്തിൽ നിന്നാലേ BJP ഭരിക്കുന്ന കേന്ദ്രത്തിൽ തരുള്ളൂ എന്നുള്ളതാണോ? അത് എവിടുത്തെ ന്യായമാണ്? ഇന്ത്യൻ ഭരണഘടനയൊക്കെ ചേച്ചിയെ ഒന്ന് വായിക്കണം കേട്ടോ. ഇത് ജനാധിപത്യ രാജ്യമാണ് എന്ന ബോധം ചാച്ചിക്ക് വേണം കേട്ടോ, പ്രായം കുറഞ്ഞ ചേച്ചിയെ. ബാക്കി എന്തോ പറയുന്നുണ്ട്. നമ്മുടെ ഹൈവേ റോഡുകൾ, മെട്രോ, മികച്ച ഗതാഗതം, മികച്ച വിദ്യാഭ്യാസം, ഇതൊക്കെ ആരാ നമുക്ക് തന്നത്? നമ്മുടെ കേന്ദ്ര സർക്കാരാണ്. കേന്ദ്ര സർക്കാർ ഇവിടെ വന്നിട്ടേ NH-66 വേണ്ടിയിട്ടേ എല്ലാവരുടെ വീട്ടിലും കയറി ഇറങ്ങിയിട്ട് അടാ ഈ സ്ഥലം ഞങ്ങൾക്ക് വേണം റോഡിനാണ്, ഇത് എത്ര ഉറുപ്പിട്ട എന്ന് പറഞ്ഞിട്ട് എഴുതി വാങ്ങി. അങ്ങനെ പൈസ ഇറക്കിയതൊക്കെ ആരാ? കേന്ദ്ര ഗവൺമെന്റ് കേട്ടോ. ഇവിടെയുള്ള ഭൂമി ഏറ്റെടുത്ത് ആരാണ്? കേന്ദ്ര ഗവൺമെന്റ്. എന്തുവാടേ, കുറച്ച് ബോധം വേണ്ടേ? ഇവിടെയുള്ള പാലങ്ങളാണ് എന്നുണ്ടെങ്കിലും ഇവിടെയുള്ള മറ്റ് വികസന പ്രവർത്തനങ്ങളാണ് എങ്കിലും കേരള സർക്കാരിന് ഒരു പങ്കുമില്ല എന്നാ പറയുന്നത്. LDFും UDFും മാറി മാറി ഭരിച്ചത് കൊണ്ട് മാത്രമാണ് മറ്റുള്ള സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് നമ്മൾ ഇന്നും സന്തോഷത്തോടു കൂടി ജീവിക്കുന്നത്. 25 വർഷം ഭരിച്ച ഗുജറാത്തിന്റെ അവസ്ഥയെ BJP അവിടെ ഭരിച്ച് എന്താക്കി എന്ന് പറയേണ്ടതായിട്ടില്ലല്ലോ. അത്രക്ക് പരിതാപകരം. ഇന്നും പട്ടിണി പാവങ്ങളുള്ള സംസ്ഥാനങ്ങളിൽ അവരാണ് കിടക്കുന്നത്, നമ്മളില്ല. നമ്മളൊക്കെ പട്ടിണിയുടെ കാര്യത്തിൽ ഏറ്റവും താഴെയാണ് എന്നുള്ളതാണ്. പിന്നെ 1600 പെൻഷൻ തുക ഇപ്പൊ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഏത് സംസ്ഥാനത്തിനാണ് അത്രമാത്രം പൈസ കിട്ടുന്നത്? പിന്നെ നിങ്ങളൊരു കാര്യം ചെയ്തു വെച്ചിട്ടുണ്ട്. അതായത് 400 രൂപ ഉണ്ടായിരുന്ന ഗ്യാസ് ഇന്ന് 1000ന്റെ മുകളിലാക്കി വെച്ചിട്ടുണ്ട്. അതൊക്കെ നല്ല ഒരു പരിപാടിയാണല്ലോ ചേച്ചി. ഇതൊക്കെയാണല്ലോ വികസനം. അടിപൊളി. അതുപോലെ ഗുജറാത്തിനെ മുഴുവൻ വലിയ തോതിൽ വർഗീയ വിഭജനം കാണിച്ച് വോട്ട് മേടിച്ച് അതിന്റെ പുറത്ത് കോർപ്പറേറ്റുകൾക്ക് വികസനം നൽകുന്ന ഒരു മോഡൽ കേരളത്തിന് വേണോ? സാമൂഹ്യ സൂചകങ്ങളിൽ വളരെ മുമ്പിൽ നിൽക്കുന്ന, അത് ഈ ഒരു ഗവൺമെന്റ് വന്നിട്ടല്ല, കേരളം വളരെ മുമ്പേ അങ്ങനെയാണ്. നവോത്ഥാന മൂല്യങ്ങളിൽ കുറെയെങ്കിലും മുന്നിൽ നിൽക്കുന്ന കേരളത്തിൽ, അതുകൊണ്ടാണല്ലോ ഇവിടെ വന്നിട്ട് ഈ വർഗീയതയൊന്നും പറഞ്ഞ് ഏൽക്കാത്തത്. കേരളത്തിലെ ഹിന്ദു വിഭാഗങ്ങളിൽ പോലും ഇവർക്ക് അത്ര വലിയൊരു സ്വാധീനമൊന്നും ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല. ചില തെരഞ്ഞെടുപ്പുകളിൽ ചില സ്ഥാനാർത്ഥികൾക്ക് വോട്ട് കിട്ടുന്നതുകൊണ്ട് BJP കേരളത്തിൽ മഹാശക്തിയായി എന്നൊക്കെ പറയുന്നത് വെറുതെയാണ്. അതൊക്കെ ചാനലുകാരുടെ നമ്പറുകളാണ്. തീർച്ചയായിട്ടും അതൊക്കെ നമുക്കറിയാമല്ലോ. ഇവിടെ ചാച്ചി, പ്രായം കുറഞ്ഞ ചാച്ചിക്ക് അതൊന്നും അറിയില്ല. PC ജോർജ് എന്ന് പറയുന്ന BJPയുടെ ഒരു വൃത്തികെട്ട ഇവനുണ്ട്. അവന്റെ ഒരു നിലപാട് അതൊന്ന് കാണണം. പൊതുവെ നമ്മുടെ അഖിൽമാരാർ പറഞ്ഞതുപോലെ തന്നെ മുസ്ലിം വിരുദ്ധത തന്നെയാണ് ഇവരുടെ മെയിൻ മുഖമുദ്ര എന്നുള്ളത്. അതിനെ ഊട്ടിയുറപ്പിക്കുന്ന കാര്യമാണിത്. ഒന്ന് കാണാം. ഈ കേരളത്തിലെ അല്ലെങ്കിൽ ഇന്ത്യയിലെ മുസ്ലിമാണോ അവൻ വർഗീയവാദിയാണ്? വർഗീയവാദിയല്ലാത്ത ഒരു മുസ്ലിമിൻ ലോകത്ത് ഇന്ത്യ മഹാരാജ്യം ജീവിച്ചിരിപ്പില്ല. എത്ര ലക്ഷക്കണക്കിന് മുസ്ലിങ്ങളെ, ഹിന്ദുക്കളെ കൊന്നൊടുക്കുക, അല്ലെ ക്രിസ്ത്യാനികളെയും ഹിന്ദുക്കളെ കൊന്നൊടുക്കിയത് ഉമ്മാര് മുസ്ലിം രാഷ്ട്രം ഉണ്ടാക്കാൻ വേണ്ടി തുണിവെക്കി നോക്കുക, ഉടനെ വെട്ടുക. മനസ്സിലായില്ലേ? ഇത്ര വൃത്തികെട്ടവന്മാര്, രാജ്യത്തെ കൊള്ളയടിക്കുന്നവന്മാര്. എപ്പടി ഇருக்கு? ഇതാണ് ഇവരുടെ മെയിൻ ക്വാളിറ്റി എന്നുള്ളത്. അഖിൽമാര് പറഞ്ഞ കാര്യം കറക്റ്റ് തന്നെയാണ്. ഇതാണ് ഇവരുടെ മെയിൻ ക്വാളിറ്റി. അതുപോലെ തൃപ്പൂണിത്തുറ, എറണാകുളം ജില്ലയിൽ തൃപ്പൂണിത്തുറ നഗരസഭ ഭരിക്കുന്നവരാണ് ഭൂരിപക്ഷമില്ലെങ്കിലും വലിയ കക്ഷി എന്നുള്ള നിലയ്ക്ക്.
ആ തൃപ്പൂണിത്തുറ മണ്ഡലം 2020 കൊടുത്തു. തൃപ്പൂണിത്തുറ മണ്ഡലം 2020 കൊടുത്തിട്ട് എന്ത് നേടാനാണ് ഇവർ പോണത്? എന്നിട്ടോ നിർത്തുന്ന സ്ഥാനാർത്ഥികളെ കേട്ടാൽ നമുക്ക് ചിരിച്ചു ചത്തുപോകും. കേരള രാഷ്ട്രീയത്തെ കളിയാക്കുന്ന മേലുള്ള സ്ഥാനാർത്ഥികളാണ്. കുറെ റിയൽ നടികളും കുറെ സീരിയൽ നടികളും കുറെ വേദ സിനിമയിൽ അഭിനയിച്ച ആളുകളും ഒക്കെയാണ്. അതാണ് ഇവരുടെ ക്വാളിറ്റി. ഭയങ്കര സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്, റിയലുണ്ട്, ചെറുപ്പമാണ്, സുന്ദരിയാണ്, സുന്ദരനാണ് എന്നൊക്കെ പറഞ്ഞിട്ടാണ്. അല്ലെങ്കിൽ ഇവരൊന്നും ജയിക്കാൻ വേണ്ടിയിട്ടല്ല മത്സരിപ്പിക്കുന്നത്, അവര് വെറുതെ ഒരു പേരിന് മത്സരിപ്പിക്കുക എന്നുള്ളതാണ്. പിന്നെ 2020 ഒക്കെ കുറച്ച് പൈസ മിണുങ്ങാം, തീർച്ചയായിട്ടും മിണുങ്ങാൻ പറ്റും. അതൊക്കെ തന്നെയാണെന്നുള്ളതാണ്. ഇവിടെ ഒരു കോർപ്പറേറ്റ് മുതലാളി, ആ മുതലാളിക്ക് കിട്ടുന്ന വരുമാനത്തിന്റെ 3% ചാരിറ്റി ചെയ്യുന്നുണ്ട്. ആ ഒരു പേരും പറഞ്ഞുകൊണ്ട് അയാളൊക്കെ രാഷ്ട്രീയത്തിന്റെ തലപ്പത്ത് കൊണ്ട് ഇരുത്തി BJP-ക്കാരെ വരെ ഊഞ്ഞാലും ആട്ടിയിട്ട് അയാളൊക്കെ വളരാൻ വിട്ട് കഴിഞ്ഞാൽ എന്താ സംഭവിക്കാൻ പോണെന്ന് ഭാവിയിൽ കണ്ടോ? അംബാനി അദാനി ഗ്രൂപ്പ് ഗുജറാത്തിൽ ഇപ്പൊ കാണിച്ചുകൊണ്ടിരിക്കുന്ന പോലെ, അതേപോലെ തന്നെ ആരവല്ലി മലനിരകളുടെ മുകളിൽ ഇപ്പൊ കിടന്നു അതൊക്കെ ഇല്ലാണ്ടാക്കിയില്ലേ? അതുപോലെ എന്തൊക്കെ സംഭവിക്കും എന്ന് കണ്ടറിയേണ്ടി വരും. കുത്തക മുതലാളിമാരെയൊക്കെ ഇങ്ങനെ കൊണ്ട് ഇരുത്തി കഴിഞ്ഞാൽ. ചേച്ചി എന്തോ പറയുന്നുണ്ട്, പ്രായം കുറഞ്ഞ ചേച്ചി. സത്യം പറഞ്ഞ ടെൻഷൻ ഇല്ല. അതിന്റെ കാരണം തന്നെ ഈ ജനങ്ങളുടെ സപ്പോർട്ട് തന്നെയാണ്. ആ തുടക്കത്തിൽ എനിക്ക് ഉണ്ടായിരുന്നത് എൻ്റെ പ്രായത്തിന്റെ ഒരു പേടിയായിരുന്നെങ്കിൽ ഇപ്പം അങ്ങനെ ഒരു പേടിയേ എനിക്കില്ല. കാരണം ജനങ്ങൾ ഏറ്റു കഴിഞ്ഞു, യൂത്തിനെ അല്ലെങ്കിൽ യുവജനം വരണം എന്നുള്ള ഒരു ഇത് ജനങ്ങൾ ഏറ്റു കഴിഞ്ഞു. ജനങ്ങൾ ഏറ്റു കഴിഞ്ഞു. എന്റെ പൊന്നെ, റീൽസ് ഒളികളെയൊക്കെ ഏറ്റെടുത്ത് ജനങ്ങള്. പിന്നെ പ്രായം കുറഞ്ഞതൊന്നും വിഷയമേ അല്ല എന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. 2020 ജയിക്കാൻ വേണ്ടിയിട്ടൊന്നല്ല ഇത്, വെറുതെ അങ്ങ് ഇടുക എന്നുള്ളതാണ്. എവിടെങ്കിലും ജയിക്കുമോ? കഴിഞ്ഞ വർഷം 8 സീറ്റിലാണ് മത്സരിച്ച, 8 സീറ്റും പരിതാപകരം. ഇപ്രാവശ്യം അതും കൂടി കൂട്ടിയിട്ടുണ്ട്. അതെന്താവെന്ന് പറയേണ്ടതായിട്ടില്ലല്ലോ. മാറപ്പെടാറ്. അതാണോ ആ ആളുകളോട് വളരെ ലളിതമായി 2 ചോദ്യം ചോദിച്ചപ്പോൾ 2 സ്ഥാനാർത്ഥി കാണാമല്ലോ. എന്താ കാര്യം? വോട്ടില്ല ചേച്ചിമാർക്ക്, വോട്ടില്ലെന്ന്. തനിക്ക് വോട്ടുണ്ടോന്ന് അറിയില്ല, വോട്ട് എവിടേക്കാ ചെയ്യണമെന്ന് അറിയില്ല, നിയമസഭാ അംഗത്തിന്റെ ജോലി എന്താണെന്നറിയില്ല, എന്തിനാണ് രാഷ്ട്രീയം എന്നറിയില്ല, മോദി ഗംഭീരനാണ്, സാബു ജേക്കബ് വളരെ നല്ല മനുഷ്യനാണ് എന്നൊക്കെ പറഞ്ഞ് തെരഞ്ഞെടുപ്പിന് അത്ര മതി. മോദി അടിപൊളിയാണ്, മോദി തരുന്നത് മൊത്തം പിണറായി വിജയന്റെ പേര് കാക്കുകയാണെന്നൊക്കെ പറഞ്ഞാൽ മാത്രം മതി. ഇവിടെയുള്ള ആളുകൾ പൊട്ടന്മാരാണെന്നാണ് ഇവർ ധരിച്ചു വെച്ചിരിക്കുന്നത്. വിദ്യാഭ്യാസം ഇല്ലാത്ത കുറെ എണ്ണം ചിലപ്പോൾ സപ്പോർട്ട് ചെയ്തെന്നൊക്കെ വരും. വിദ്യാഭ്യാസമുള്ള, ഇനി വിദ്യാഭ്യാസം വേണ്ട വകതിരിവുള്ള ആളുകൾക്ക് ഇത് മനസ്സിലാവുന്നുള്ളതാണ്. ഇവിടെ നിന്ന് കൊണ്ടുപോകുന്ന നികുതി പണം തന്നെയാണ് തിരിച്ച് നമ്മുടെ വികസന പ്രവർത്തനങ്ങൾക്കായിട്ട് നരേന്ദ്രമോദി വിട്ടുതരേണ്ടത്. എന്നാൽ ഓരോ ബഡ്ജറ്റ് അവതരിപ്പിക്കുന്ന സമയത്ത് നമുക്ക് അങ്ങോട്ട് കൊടുത്തതിന്റെ പകുതി പോലും തിരിച്ചു തരാത്ത രീതിയിൽ നമ്മളെ ചക്രശ്വാസം വലിപ്പിക്കും നമ്മൾ കാണുന്നുണ്ട്. നമുക്ക് പ്രളയവും മറ്റുള്ള കാര്യങ്ങളും വരുമ്പോൾ ഇങ്ങോട്ട് തരുന്ന അരിക്കൊക്കെ കൃത്യമായി പണം എണ്ണി അങ്ങ് വാങ്ങാറുണ്ട്. എന്തിനു പറയുന്നു, പ്രളയ സമയത്തൊക്കെ വിട്ടു തന്ന ഹെലികോപ്റ്ററിന്റെ ഒക്കെ ഫണ്ട് എത്രത്തോളം നമ്മൾ തിരിച്ചടക്കേണ്ടി വന്നു എന്നറിയോ? അങ്ങനെ ഒരുപാട് കാര്യങ്ങൾക്ക് നമ്മൾ ഫണ്ട് ഇപ്പോഴും അങ്ങോട്ട് കൊടുത്തുകൊണ്ടിരിക്കുക എന്നുള്ളതാണ്. ഈ കേരളം ഇപ്പോ കടത്തിന്റെ തിണ്ണയിലാണെന്ന് പറയുന്ന പല ആളുകളുണ്ടല്ലോ. എങ്ങനെയാണ് കടം വരുന്നത്? കേരളത്തിലുള്ള ആളുകളെ സഹായിക്കാൻ വേണ്ടി, മറ്റുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഇവരെടുക്കുന്ന കടം അത് പോക്കറ്റിലേക്ക് വെക്കാനുള്ളതല്ല. അത് ഈ സംസ്ഥാനത്തിലുള്ള ഓരോ മനുഷ്യന്മാർക്കും അവകാശപ്പെട്ടതാണ്. അത് അവർക്ക് വേണ്ടി തന്നെയാണ് വിനിയോഗിക്കുന്നത്. ഇതൊക്കെ വ്യക്തമായിട്ട് അറിയുന്ന മലയാളികൾ ഉള്ളിടത്തോളം കാലം അടിമകളാണെന്ന് പറയുന്ന ആളുകളുണ്ട്. ഞങ്ങൾ ആരും അടിമകളല്ല. വ്യക്തമായിട്ട് UDF-ഉം LDF-ഉം ഞങ്ങളെ ഏത് രീതിയിലാണ് നയിക്കുന്നത് എന്ന് വ്യക്തമായ ബോധമുള്ള ആളുകളാണ് ഞങ്ങൾ. പകരം ഗുജറാത്തിലേക്കും മറ്റുള്ള സംസ്ഥാനങ്ങളിലേക്കും ഒന്ന് പാളി നോക്കുമ്പോൾ, എന്തിനു പറയുന്നു, സോഷ്യൽ മീഡിയ ഒന്ന് മറച്ചു നോക്കുമ്പോൾ ഞെട്ടിക്കുന്ന പലതും കാണുന്നുണ്ട് എന്നുള്ളതാണ്. ഇപ്പൊ ജയിക്കാൻ വേണ്ടി അവർ പലതും പറയും. അഖിൽമാരാറിനെ പോലെ തന്നെ ഒരു നിലപാടുമില്ലാത്ത രാഷ്ട്രീയ പ്രവർത്തകർ തന്നെയാണ് BJP-ക്കാരെന്ന് പറയാതിരിക്കാൻ കഴിയില്ല. ഗുജറാത്തിനെ കുറിച്ച് പറയുമ്പോൾ ഗുജറാത്ത് കലാപത്തിലേക്കും നമ്മൾ പോവേണ്ടി വരും. അങ്ങനെ UP-യിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ അവിടെയുള്ള പള്ളികൾ തകർത്തതിന്റെ അടിയിൽ അമ്പലമുണ്ടെന്ന് പറഞ്ഞ് മുസ്ലിങ്ങൾ ഉപദ്രവിക്കുന്നത് പറയാതിരിക്കാനും കഴിയില്ല. ക്രിസ്മസ് ദിനങ്ങളാവുമ്പോഴേക്കും പാവപ്പെട്ട ക്രൈസ്തവരുടെ നെഞ്ചത്തോട്ട് താണ്ഡവമാടാൻ കയറുന്നതും നമുക്ക് പറയാതിരിക്കാൻ കഴിയില്ല. ക്രിസംഗികളും മുസംഗികളും ചിലപ്പോൾ സപ്പോർട്ട് ചെയ്തെന്ന് വരും. നട്ടലുള്ള ചങ്കൂറ്റമുള്ള കേരളത്തിലുള്ള കേരളക്കരയിലുള്ള ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും അത് കണ്ടു കഴിഞ്ഞാൽ നോക്കി നിൽക്കാൻ കഴിയില്ല, പ്രതികരിക്കും. നമ്മളെ ചേട്ടായി ആകെ വിയർത്ത് കുളിച്ചാൽ ഇല്ലാണ്ടായിട്ടുണ്ട്, നമ്മളെ റോബിൻ ചേട്ടായി. ആ ചേട്ടായിക്ക് എന്തോ പറയാനുണ്ട്. വരാൻ ചാൻസ് ഉണ്ട്, വരണമെന്നാണ്. പിന്നെ വന്നു കഴിഞ്ഞാൽ ഇതേപോലെ ഓടി നടക്കണ്ടേ, ഫുൾ ഓടി നടന്ന് നമ്മളെ കൂടെ നടക്കണ്ടേ. എന്നാലും ഒരു ദിവസം ഞാൻ ഒന്ന് വിളിച്ചു നോക്കും, വരുന്നെങ്കിൽ വരട്ടെ, ഒന്നൊന്ന് എക്സ്പീരിയൻസ് ചെയ്യും, ഞാൻ എന്താണ് അനുഭവിച്ചതെന്നുള്ള അറിയട്ടെ. പക്ഷേ ഇതെനിക്കൊരു ബുദ്ധിമുട്ടായിട്ടേ ഫീൽ ചെയ്യുന്നില്ല. ഇതാണ് ഇനി എൻ്റെ ലൈഫ് എന്നുള്ള ഒരു റിയലൈസേഷനാണ് എനിക്ക് തരുന്നത്. കാരണം എന്നാലും നമുക്കൊരു ഇതറിയത്തുള്ളൂ. സോ ഞാൻ എൻജോയ് ചെയ്ത് തന്നെ ചെയ്യുന്നുണ്ട്, ഓടി നടത്ത്. ഇന്ന് ഞാൻ ഇങ്ങനെ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ഇങ്ങനെ നമ്മുടെ തന്നെ BJP-യുടെ പ്രവർത്തകർ ഇന്ന് ബാക്കിൽ നിന്ന് പറഞ്ഞിട്ട് നമുക്കൊരു പൊളി കാൻഡിഡേറ്റ് തന്നെയല്ലേ കിട്ടിയത്. അത് കേട്ടപ്പം എനിക്കൊരു എന്റെ പൊന്നുമക്കളെ, റോബിൻ രാധാകൃഷ്ണൻ സ്വയം പൊങ്ങാൻ വേണ്ടി പല ഊളത്തരം പറയുന്ന ഒരു വ്യക്തിയാണ് കേട്ടോ. ഷാലു പയ്യാടിനെ പോലെയുള്ള ആളുകൾ വ്യക്തമായിട്ട് ഇതൊക്കെ പുറത്ത് തുറന്ന് കാണിച്ചിട്ടുണ്ടായിരുന്നുള്ളതാണ്. അതിനിടയിൽ ഇവന്റെ കുറെ പൊങ്ങച്ചങ്ങളും കുറെ പൊട്ടത്തരങ്ങളൊക്കെ നമ്മൾ കണ്ടതുമാണ്, ചീറിപ്പൊളിക്കലും മറ്റുള്ള കാര്യങ്ങളൊക്കെ.
അപ്പൊ പൊടി വരുന്നുണ്ട് എന്നാ പറയുന്നത്. നല്ല വേനലും കാര്യങ്ങളൊക്കെ അല്ല, നന്നായിട്ട് പൊടിയൊക്കെ ഉണ്ടാവും. പൊടിയൊന്നും കാര്യമാക്കണ്ട. പൊടി ഇവന്റെ വൈഫിന്റെ പേരാണ് തോന്നുന്നു ആരതി പൊടി അല്ലെ. അപ്പൊ അവരും കൂടി അറിയട്ടെ ഈ ബുദ്ധിമുട്ടുകളൊക്കെ എന്നാ പറയുന്നത്. നല്ലതാണ്, അവരൊക്കെ ഒന്ന് അറിയണത് നല്ലതാണ്. തോറ്റു തുന്നമ്പാടി വീട്ടിൽ പോയിരിക്കുന്ന സമയത്ത്, കാലൊക്കെ വേദനിച്ചിങ്ങനെ ഇരിക്കുന്ന സമയത്ത് അവർ മനസ്സിലാക്കട്ടെ കുറെ കഷ്ടപ്പെട്ടിട്ട് തോറ്റതാണ് എന്നുള്ളത്. ഒരു കാര്യമില്ല, 5000 വോട്ട് കിട്ടിയാൽ വലിയ കാര്യം, വേറെന്ത്. UDF ഭരിച്ചിരുന്നു, അതിനുശേഷം LDF തുടർച്ചയായിട്ട് 10 വർഷമായി ഭരിക്കുന്നു. എന്നിട്ടും ഇത്ര നാളായിട്ടും നമ്മുടെ നാട് ആവശ്യപ്പെടുന്ന വികസനം കിട്ടിയിട്ടില്ല. അത് നമ്മളിപ്പോൾ ഇതിനോടകം ഒരുപാട് കുമരകം തൊട്ട് ഏറ്റുമാനൂർ വരെ ഒരുപാട് ആളുകളുടെ ജനങ്ങളുടെ അടുത്ത് നിന്ന് സംസാരിച്ചു. അവരിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലായ കാര്യം അവർക്ക് വേണ്ടതൊന്നും അവർക്ക് കിട്ടിയിട്ടില്ല. അപ്പം ഈ ഇത്രയും വർഷമായിട്ട് അവർക്കത് കൊടുക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ഇനി അതിനൊരു മാറ്റം വരണം. അതായത് കേരളം കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയും UDF ചേർന്നുകൊണ്ട് ഇങ്ങനെ മാറി മാറി ഭരിച്ച് വരികയാണല്ലോ അല്ലെ. മറ്റുള്ള സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് നമുക്ക് ശ്വാസം പോലും എടുക്കാൻ കഴിയുന്നില്ല എന്നാണ് ചേച്ചി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ചേച്ചി ഒരു കാര്യം ചേച്ചി മറ്റുള്ള സംസ്ഥാനങ്ങളിലൊക്കെ പോയിട്ടൊന്ന് മത്സരിക്കുന്നത് നല്ലതാണ് കേട്ടോ. അല്ലെങ്കിൽ അവിടെ നിന്ന് വിസിറ്റ് ചെയ്യുന്നതും നല്ലതാണെന്നുള്ളതാണ്. BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളാണ് പ്രത്യേകം പോണം കേട്ടോ. എന്നിട്ട് ചേച്ചി അവിടെ നിന്ന് ഒരു കണക്കുണ്ടാക്കി വായോ. എന്നിട്ട് കേരളത്തിലെയും മറ്റുള്ള സംസ്ഥാനങ്ങളെ കുറിച്ചിട്ട് ഒന്ന് കമ്പാരിസൺ നടത്തുന്നത് നല്ലതായിരിക്കും. UDF LDF മാറി മാറി ഭരിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിലെന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ അങ്ങ് സഹിച്ച്. 25 വർഷത്തോളം BJP ഭരിച്ച ഗുജറാത്തിന്റെ അവസ്ഥയെക്കുറിച്ച് ചേച്ചി ഒന്ന് ചിന്തിക്കണം കേട്ടോ. എന്തായാലും രാഷ്ട്രീയം കലക്കി കുടിച്ച ചേച്ചിയല്ലേ, ചേച്ചി എല്ലാം കൂടെ ഒന്ന് നോക്കുന്നത് നല്ലതായിരിക്കും. ഞങ്ങൾക്ക് ഇവിടെ UDF ആണെങ്കിലും LDF ആണെങ്കിലും സന്തോഷം മാത്രമേ ഉള്ളൂ. സമാധാനം ഉണ്ട്, തമ്മിത്തല്ലില്ല. ജാതിയുടെയും മതത്തിന്റെയും വർണ്ണത്തിന്റെയും വർഗത്തിന്റെ പേരിലും തമ്മിത്തല്ലില്ല. ഒരു കുഴപ്പമില്ലാതെ മുന്നോട്ട് പോകുന്നുണ്ട്. ഞങ്ങൾക്ക് ഇവിടെ ഓണം, വിഷു, ബക്രീദ്, പെരുന്നാള്, ക്രിസ്മസ് അങ്ങനെ എല്ലാം ആഘോഷിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. ക്രിസ്മസ് തലേന്ന് സ്റ്റാർ വെക്കാൻ പാടില്ല എന്നൊന്നും ഞങ്ങളുടെ നാട്ടിലാരും പറയാറില്ല. അതേപോലെ തന്നെ പെരുന്നാളിന്റെ അന്ന് ബീഫ് വെട്ടരുതെന്നൊന്നും ഞങ്ങളുടെ നാട്ടിലാരും പറയാറില്ല. അതൊക്കെ പറയുന്ന ഒരു നാടുണ്ട്. ചേച്ചി ഇപ്പൊ ആരാധിക്കുന്ന നമ്മുടെ താടിച്ചേട്ടായി, മോദിച്ചേട്ടായിയുടെ നാട്. ഒന്നും പറയിപ്പിക്കല്ല എന്റെ പൊന്നു ചാച്ചി. ഇനി എല്ലാവരോടും കൂടിയിട്ട്, വോട്ടുള്ള എല്ലാവരോടും കൂടിയിട്ട് ഒന്നേ പറയാനുള്ളൂ, നിങ്ങൾ വോട്ട് ചെയ്യണ സമയത്ത് LDF UDF അല്ലാതെ മൂന്നാമതൊരു ഇത് കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് BJP ആവല്ലേ എന്ന് എനിക്ക് പറയാനുള്ളൂ. നിങ്ങളുടെ താല്പര്യം, നിങ്ങൾ എന്ത് വെച്ചാൽ ചെയ്തോ. വീണ്ടും വരെ പുതിയ വാർത്താവിശേഷങ്ങളും അതിൽ സന്ദീപ് പാൾ സൈനിങ് ഓഫ്.